തുടർന്നുള്ള വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമായ ആശ്വാസമായി ഭവിക്കേണ്ടതിനായിട്ട് സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നലെ ഞാൻ ഗ്രൂപ്പിലിട്ടതുപോലെ ഇന്ന് നമ്മുടെ നടുവിൽ അതിഥിയായി ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട്. നമ്മുടെ ടെൽക്കിലെ മിനിസിസ്റ്ററുടെ അങ്കിളാണ്. അവർ കുടുംബമായിട്ട് നമ്മോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിയുടെ അനുജത്തിമാർ, ആൻറ്റിമാർ, അവർ നമ്മുടെ കൂടെയുണ്ട്. അവർക്കെല്ലാമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. അവരുടെ അങ്കിള് പ്രിയ പാസ്റ്റർ വർഗീസ് ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഒരുപാട് ശുശ്രൂഷ അനുഭവങ്ങൾ തനിക്കുണ്ട്. തുറന്നുള്ള സമയം അദ്ദേഹം മുന്നോട്ട് വന്ന് ദൈവത്തിന് വചനം ശുശ്രൂഷിക്കും. ആമേൻ. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. കരങ്ങളെ അടിച്ച് അദ്ദേഹത്തെ നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അസംബ്ലീസ് ബോർഡ് വർഷിപ്പ് സെൻറ്ററിൻ്റെ അധ്യക്ഷനും കർത്താവിൻ്റെ അഭിഷിക്തനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബാബു പാസ്റ്റർക്കും കുടുംബത്തിനും ഞാനിവിടെ കടന്നു വരുവാൻ കാരണമായി തീർന്ന എൻ്റെ സഹോദരിമാരിൽ രണ്ടാമത്തെ സഹോദരിയായിരിക്കുന്ന മോളിമാമ, അവരുടെ മക്കൾ രണ്ടുപേരും, അതുപോലെ തന്നെ ഇന്ന് 6 സിസ്റ്റേഴ്സിൽ 4 സിസ്റ്റേഴ്സും എന്നോടുകൂടി ഇവിടെ ഉണ്ട്. അവരോടും മോളിമാമയുടെ മക്കളോടും മക്കളുടെ മക്കളോടും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ഈ സ്ഥലത്തു നിന്നും കർത്താവ് തൻ്റെ നാമത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച അനേക ദൈവമക്കളും ചില തമിഴ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരന്മാരുണ്ട്. അവരോടൊക്കെയും കൂടി ദൈവത്തെ ആരാധിക്കുവാനും നിങ്ങളുടെ മധ്യ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഇങ്ങനൊരു അവസരം സ്വർഗത്തിലെ ദൈവം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളും കുടുംബമായിട്ടാണ് ഇവിടെ ഉള്ളത്. കുടുംബമെന്ന് പറയുമ്പോൾ ഞാനും വൈഫും ഇളയ മോനും വൈഫിൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മോനും, അവൻ ഞങ്ങളോട് ഒരുമിച്ച് താമസിച്ചാണ് പഠിക്കുന്നത്. അവനും ഞങ്ങളോട് കൂടെയുണ്ട്. വരുവാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 6 വർഷമായി സഹോദരങ്ങളെ എല്ലാവരെയും കാണുവാൻ താല്പര്യപ്പെട്ടു. ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയതാണ്. എനിക്കിപ്പോൾ 60 വയസ്സാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ മൂത്തവരൊക്കെ എന്തോ പ്രായമുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഫിസിക്കലായിട്ട് ചില ചലഞ്ചസൊക്കെ ഫേസ് ചെയ്യുന്നതുകൊണ്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കും. നോർത്ത് ഇന്ത്യൻസിൻ്റെ മധ്യത്തിലുള്ള വർക്കായതുകൊണ്ട്, ഫസ്റ്റ് ജനറേഷൻ കർത്താവിലേക്ക് കടന്നു വന്നവരായതുകൊണ്ട്, നിങ്ങളെപ്പോലെ വചനത്തിലോ വിശ്വാസത്തിലോ യേശുവിലോ അത്രമാത്രം അറിവില്ലാത്തവരായതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത് പോലെ എപ്പോഴും അവരോടുകൂടെ അവരുടെ വീഴ്ചയിലും താഴ്ചയിലും രോഗത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം ശുശ്രൂഷകൻ അവിടെ ഉണ്ടായിരിക്കുന്നത് അവർക്ക് വളരെ സന്തോഷമായതുകൊണ്ട് പല സാഹചര്യങ്ങളിലും കടന്നു വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അനിയത്തിയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂത്ത സിസ്റ്ററിൻ്റെ ശാരീരികമായിരിക്കുന്ന അല്പക്ഷീണാവസ്ഥകളൊക്കെ ബോംബെയിലാണ് താമസിക്കുന്നത്. അവരെയൊക്കെയും കടന്നു വന്ന് കാണണം. അപ്പോൾ തന്നെ ഞാനും വൈഫും ഒരുമിച്ച് യാത്ര ചെയ്ത് ഇവിടെ വരുവാനാണ് താല്പര്യപ്പെട്ടത്. അപ്പോൾ തന്നെ പല ടിക്കറ്റുകൾ ഇവിടെ നിന്ന് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിൽ ഒരറ്റം തൊട്ട് വേറെ അറ്റം വരെ പോകുക, അതൊക്കെ ഒരു വലിയ ചലഞ്ചായതുകൊണ്ടും ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ടിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ടും ഞങ്ങളൊരു ചെറിയ റിസ്ക് എടുത്തു. ഓൺ റോഡ് യാത്ര ചെയ്ത് ഇവിടെ എല്ലാം സഞ്ചരിച്ച് ഈ അങ്കമാലി വരെ വരാൻ ദൈവം സഹായിച്ചു. ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നെ പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന, പേരെടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഭാരതത്തിലുള്ള സകല ശുശ്രൂഷകരെയും, പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലുള്ളതായിരിക്കുന്ന ശുശ്രൂഷകരെ നിങ്ങൾ ഓർക്കുമ്പോൾ അതിൽ ഞങ്ങളുമുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവദാസന്മാർ സഹോദരങ്ങളോടും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇങ്ങനൊരു അവസരം ദൈവം നൽകി തന്നത്. ഞാൻ കഴിഞ്ഞ 30 വർഷം കണ്ടിന്യൂസായിട്ട് ഞങ്ങളിപ്പോൾ ശുശ്രൂഷയിൽ കുടുംബം ആകുന്നതിന് മുന്നേ തന്നെ 7 വർഷം എൻ്റെ പഠനം, തിയോളജിക്കൽ സ്റ്റഡി, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള വർക്കിലും ഞാൻ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചാബ്, ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര, ബോംബെയുടെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെയും ശുശ്രൂഷിച്ചു. അങ്ങനെ ക്രമാതീതമായി നല്ല ദൈവിക പദ്ധതികളും പ്ലാനുകളും അനുസരിച്ച് ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തേക്ക് ദൈവം മാറ്റി നട്ട് വേലയുടെ വിവിധ മുഖങ്ങളെ കണ്ട് വിവിധ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. 1995
ആമേൻ 3 വർഷത്തേക്ക് ഇവിടെ കേരളത്തിൽ വന്ന് ശുശ്രൂഷിപ്പാൻ ഒരു അവസരം ലഭിച്ചു. ഒരു ബൈബിൾ കോളേജിലെ രജിസ്ട്രാറായിട്ടും അതിന് ചില ഉത്തരവാദിത്തങ്ങളോടുകൂടും ആ സമയങ്ങളിലാണ് തൃശ്ശൂരിൽ നിന്നും എൻ്റെ ഭാര്യയെ കണ്ടെത്തുവാനും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൽ ആമേൻ ഹാലിൽ ഒരുമിച്ച് ചേരുവാനും ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, 2 ആൺമക്കളെ. ഇളയവനാണ് ഇവിടെ ഇരിക്കുന്നത്. മുനന്നണിച്ച് നിൽക്കാം. ആമേൻ ആമേൻ ഹാലിൽ. ഇവൻ്റെ പേര് സാം പ്രിൻസ്. ഇവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് സാം പ്രൈസ്. എൻ്റെ വൈഫ് അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് എഴുന്നേൽക്കാം. ആമേൻ. ബെഫിയ ഒരു ചെറിയ ആമേൻ ഹാലിൻ്റെ പരിചയം കൂടി ഞാൻ നൽകിത്തരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുത്തെ പാസ്റ്റർ ഡോക്ടറിലോ എന്താ പേരെന്തോ ബെയ്യുല്ല. ആമേൻ. ബെയ്യുലയുടെ ഫാദർ ആണ് അവരുടെ പാസ്റ്റർ. അവർ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് വളർന്നവരാണ്. അങ്ങനെ ഒരു ചെറിയ പരിചയം കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അമ്മാമ്മയും പറഞ്ഞു ഏതോ ഒരു മീറ്റിങ്ങിൽ എൻ്റെ വൈഫ് ഹിന്ദിയിൽ സംസാരിച്ചു എന്ന്. അങ്ങനെ നമ്മളൊരു പരിചയക്കാരായി. അതുകൊണ്ട് ആ നെർവസ്നെസ് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, പരിചയമുള്ള പലരുള്ളത് കൊണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷം ഇന്നലെ തികഞ്ഞു. ഞങ്ങളുടെ മാരേജ് ആനിവേഴ്സറി 30ാമത്തെ ഇന്നലെ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആമേൻ ഹാൽ ഇന്നലെ ആയിരുന്നു. ഞാൻ ജനിച്ച ദിവസം തന്നെയാണ് വിവാഹം കഴിച്ചത്. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. ആമേൻ. ഇന്നലെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എൻ്റെ അനന്തരവത്തി ഒരുക്കി. അതോടൊപ്പം പിള്ളേരെല്ലാം കൂടെ പോയി ഒരു കേക്കൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ സന്തോഷത്തോടുകൂടെ എൻ്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ മാരേജ് ആനിവേഴ്സറിയും ഒരുമിച്ച് ആഘോഷിച്ചു. ആമേൻ. നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, നിങ്ങൾ ആഘോഷിച്ചു. ഓക്കെ, സ്തോത്രം. കർത്താവ് നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിങ്ങനെ വചനം പറയുന്ന കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സാക്ഷ്യമായിട്ട് പറയാം. ആമേൻ. നമുക്ക് ഇന്നത്തെ ചിന്തനത്തിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൽ നിന്നൊരു കുറിവാക്യം ഇന്നലെ മോൻജോബേൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്ത വാക്യമാണ്. മലയാളത്തിൽ 5-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ 4-ാമത്തെ വാക്യം. ആമേൻ. ഒന്ന് വായിച്ചാൽ. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. 4-ാമത്തോടെ വായിച്ചാട്ടെ മോളെ. 4-ാമത്തെ വാക്യം കൂടെ. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. ഞാൻ ഈ വായിച്ചു കേട്ട വചനഭാഗം നിങ്ങൾ കേരളത്തിലുള്ളവർക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന വചനഭാഗം. ഒരുപാട് ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ ശുശ്രൂഷിച്ചിട്ടുള്ള ഈ കേരള മണ്ണിൽ കഴിഞ്ഞ 30 വർഷം നോർത്ത് ഇന്ത്യയിലെ ആമേൻ ഹാലിലെ KGയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് PhDയുടെ ക്ലാസ് റൂമിൽ നിൽക്കുന്നത് പോലെ ഞാനിവിടെ നിൽക്കുന്നത്. ആമേൻ. അപ്പോൾ എനിക്ക് അതിൻ്റേതായിരിക്കുന്ന ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് ഭാഷയുടെ ബുദ്ധിമുട്ട്, എങ്കിലും ഇതുവരെ ഭാഷ ശരിയാണ്. പക്ഷേ ബിബ്ലിക്കൽ ലാംഗ്വേജിലോട്ട് ചെല്ലുമ്പോൾ ചില വാക്കുകൾക്കൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരും. അത് നിങ്ങൾ സഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആശയം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം തരുന്ന ആലോചന നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിന് ഭാഷ ഒരു തടസ്സമല്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇവിടെ ഈ ഒരു വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ വളരെ ലളിതമായിരിക്കുന്ന ഒരു സംഭവം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഗലീല എന്ന ഗന്നസരത്ത് നമുക്ക് പറയുന്ന ഒരു തടാകമെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തടാകം ഒരു സമുദ്രമല്ല, തടാകത്തിന് ചില അതിരുകളുണ്ട്. അപ്പോൾ ഈ തടാകത്തിൽ ദീർഘവർഷങ്ങളായിട്ട് ആമേൻ ഹാലലിയ മീൻ പിടിക്കുന്നതായിരുന്ന ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെയാണ് നമുക്കവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ. 4-ാമത്തെ വാക്യം. സംസാരിച്ചു തീർന്നപ്പോൾ, അത് മോള് തന്നെയാണോ അതോ പ്രായമുള്ള സിസ്റ്ററാണോ? മോളല്ലേ? ചിലപ്പോൾ തെറ്റ് പറ്റരുത്. വായിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. എൻ്റെ ടോപ്പിക് ഇന്ന് ആഴമെന്നുള്ളതാണ് അല്ലേ? ആഴമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തോ ആഴമായി ഭാഷ പറയാൻ പോകുന്നതെന്ന്. നമുക്കൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ആ ആഴത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രായമുള്ളവരും ആമേൻ യൗവനക്കാരും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു ചെറിയ സമൂഹം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നു. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഗാനങ്ങളെ ദൈവം നൽകി തന്നു. ദൈവം ഞങ്ങളുടെ മേൽ കാണിച്ച കൃപയും അനുഗ്രഹവും അത് പത്രോസിൻ്റെ മേൽ കാണിച്ചതുപോലെ കാലാകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത ആ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് നിന്നെ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെപ്പോഴും നിന്നോട് നന്ദിയുള്ളവരാണ്. കർത്താവ്, നിൻ്റെ എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങളെപ്പോഴും നിന്നെ മഹത്വപ്പെടുത്തുവാൻ
ഇച്ഛിക്കുന്നവരുമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവെ, അല്പം കൂടെ ദൈവികമായിരിക്കുന്ന ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോകുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വായിച്ചു കേട്ടതായിരിക്കുന്ന വചനഭാഗം ഗന്നസരത്ത് അല്ലെങ്കിൽ തിബിരിയാസ് അല്ലെങ്കിൽ ഹലലിയ ഗലീല എന്നൊക്കെ പറയുന്ന പല വിഭിന്നമായിരിക്കുന്ന പേരുകളുള്ളതായിരിക്കുന്ന ഒരു തടാകം. ആ തടാകത്തിൽ മീൻ പിടിക്കുന്നതായിരിക്കുന്ന കുറേ മുക്കുവന്മാരെ ഇവരെല്ലാവരും മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് ആത്മാവിൽ ഇൻസ്പയർഡായിട്ട് ആ തടാകത്തിന് കരയിലൂടെ പോവുക. അപ്പോൾ അവനെ ഒരു വലിയ ജനക്കൂട്ടം പിന്തുടരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം പിന്തുടരണമെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എല്ലാവരും കർത്താവിനെ നല്ലവണ്ണം അറിയുന്നവരല്ല. ഒരുപക്ഷെ ചിലരൊക്കെയും മശിഹായെക്കുറിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ട് ഇത് മശിഹ ആകാം എന്നുള്ള കാരണവശാൽ യേശുവിനെ പിൻപറ്റുന്നവരായിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് തരുവാൻ എനിക്കും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല അപ്പുറകെ വരുന്ന കൂട്ടമാരാണെന്ന്. പക്ഷേ അവർക്കൊക്കെയും ആവശ്യങ്ങളുണ്ട്, അവർക്കൊക്കെയും പലവിധമായിരിക്കുന്ന നീഡ്സുണ്ട്, അവർക്കൊക്കെയും പലവിധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും ഏതെങ്കിലും വിടുതലുകൾ ലഭിക്കുമെന്നുള്ള ഒറ്റ ആശയോടുകൂടാണ് ഈ ആളുകളെല്ലാം യേശുവിൻ്റെ പുറകെ പോകുന്നത്. അതേസമയം തന്നെ യേശുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ തിബിരിയാസിൻ്റെ തീരത്തെ നിരാശയിൽപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ യേശു നടന്ന് മുൻപോട്ട് പോയി താൻ കണ്ടു ചിലരൊക്കെയും പടക് കരയ്ക്ക് അടുപ്പിച്ചിട്ട് അവർ വല ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയിൽ ശിമോനുള്ളതായിരിക്കുന്ന പടകിനടുത്ത് എന്ന് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം നീക്കണം. അപ്പോൾ യേശു ഇപ്പോൾ പടകിനകത്ത് കയറി, ആധികാരികമായിട്ട് പടകിനകത്ത് കയറി. ആ ശിമോൻ്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറയും, ആരാ എന്താ ഇതിനകത്ത് കയറിയത്? ഈ വലിയ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഹീസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി. താനൊരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു ലീഡറോ ഒരു നേതാവോ എന്നൊക്കെ മനസ്സിലാക്കി ഈ മുക്കുവനായിരിക്കുന്ന പത്രോസ് ഒന്നും ചോദിച്ചില്ല. താൻ അല്പം കരയെന്ന് നീക്കിയ ശേഷം യേശു ചെയ്തു അവരോട് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ പത്രോസ് എന്തുകൊണ്ടാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട്, ഈ ഭാഗം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, എന്തുകൊണ്ടാണ് പത്രോസ് രാവിലെ വലയൊക്കെ കഴിയേച്ച് വീട്ടിൽ പോകേണ്ട മനുഷ്യൻ അവിടെ തന്നെ ഇരുന്നെന്ന് ചോദിച്ചാൽ അതിനൊരു റീസണുണ്ട്. അന്ന് രാത്രി ഒന്നും കേട്ടില്ല, വീട്ടിൽ ചെന്നാൽ ഭാര്യയുടെ പ്രസംഗം കേൾക്കണം. അതിനേക്കാളും നല്ല യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്നതാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ യേശുവിനെ കണ്ടുമുട്ടുന്നത് എപ്പോഴാണെന്നറിയാമോ? വീട്ടിൽ പോകാൻ സാഹചര്യമില്ലാത്തപ്പോൾ, കൂട്ടുകാരുടെ അടുത്ത് പോകാൻ സാഹചര്യമില്ലാത്തപ്പോൾ, ലോകത്തിലെ എല്ലാ വഴികളും അടയുമ്പോൾ, ഹല്ലേലൂയ, യേശു മാത്രമാണ് ഒരു വഴി. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്യുന്നറിയാമോ? ചിന്തിച്ചു, പല ദിവസങ്ങൾ ഇവളുടെ പ്രസംഗം കേട്ടിട്ടുള്ളതാ, ഇന്ന് ഈ പുതിയ വ്യക്തിയുടെ പ്രസംഗം അല്പനേരം കേട്ടുകളയാമെന്ന് കരുതി തൻ്റെ പ്ലാറ്റ്ഫോമേ യേശുവിനെ കൊടുത്തേച്ച് താൻ ജനക്കൂട്ടത്തിൽ നിന്ന് കേട്ടു. ഒടുവിൽ കണ്ട ഭാഗമാണ് നാം വായിച്ചത്. സംസാരിച്ച് തീർന്നപ്പോൾ യേശു ഹല്ലേലൂയ ആഴത്തിലേക്ക് പടവ് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചു പോകണം. ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടേ. തിബിരിയാസ് കടലിലുള്ളതായിരിക്കുന്ന ആഴം യേശുവിനാണോ അറിയുന്നത്? തിബിരിയാസിൻ്റെ ആഴം പത്രോസിനാണോ അറിയുന്നത്? സ്വാഭാവികമായിട്ടൊരു അവിശ്വാസി പറയും പത്രോസിനറിയുന്നത്. കാരണം പത്രോസ് ഒരു മുക്കു കുടുംബത്തിൽ ജനിച്ച് കഴിഞ്ഞ ദീർഘവർഷങ്ങളെ ഈ ഗലീല തടാകത്തിനുള്ളിൽ എന്ത് ചെയ്യണേ? മീൻ പിടിക്കുന്നവനാണ്. ബൈ പ്രൊഫഷൻ പത്രോസ് ആരാണ്? ഒരു മുക്കുവനാണ്. തന്നെ കടലിൻ്റെ ആഴങ്ങളോ അല്ലെങ്കിൽ തന്നെ ഈ ലേക്കിൻ്റെ ആഴങ്ങളോ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യങ്ങളില്ല. കഴിഞ്ഞ രാത്രി മുഴുവൻ ഇതിൻ്റെ സകല ആഴങ്ങളിലും കടന്നുപോയി വല വീശിയിട്ടുള്ളവനാണ്. നിരാശപ്പെട്ട് താൻ ഇന്നൊന്നും കിട്ടാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ഒരുവൻ വന്ന് പറയുകയാണ് അല്പം നീക്കണം, പിന്നെ പറയുകയാണ് ഈ ആഴത്തിലേക്ക് പോകണം. നമ്മളൊക്കെയാണെങ്കിൽ പോവുമോ? വലിയ ബുദ്ധിമുട്ടല്ലേ? ഇന്നും ആയിട്ടില്ല, പിന്നല്ലേ അന്ന്. ഹല്ലേലൂയ. ഇന്നും ഈ സഹായത്തിനൊക്കെ നമ്മൾ ഇരിക്കുമെങ്കിലും ഇത് കഴിഞ്ഞ് കർത്താവ് വല്ലതും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കത്തില്ല. എന്നാൽ പത്രോസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. അല്പം നീക്കുക എന്ന് പറഞ്ഞപ്പോൾ അല്പം നീക്കി, ആഴത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ആഴത്തിലേക്ക് പോയി. അപ്പോൾ ഞാനിവിടെ പറയുന്നതിൻ്റെ താല്പര്യം യേശു ആഴത്തിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ പത്രോസ് കണ്ടത് ഗലീല തടാകത്തിൻ്റെ ആഴമല്ല, പത്രോസ് കണ്ട യേശുവിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളാണ്. ഹല്ലേലൂയ. ഇതുപോലെ കാലം സഭായത്തിന് കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരോടും സഹോദരിമാരോടും നമ്മുടെ മനോവിചാരങ്ങളിൽ അനേക ആഴങ്ങൾ നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ കരുതിയിരിക്കുമ്പോൾ അതിനേക്കുള്ളൊക്കെയും ആഴമായി കരുതുന്ന ഒരു ദൈവത്തിൻ്റെ കരുതലിൻ്റെ ആഴം തിരുവചനത്തിലുണ്ട്.
ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരാഴം തിരുവചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരാഴം തിരുവചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരാഴം തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. അതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ തീരുമാനങ്ങൾ ഇന്നുള്ളതിനേക്കാളും വ്യത്യസ്തമായിരിക്കും. നമുക്ക് അല്പം നേരം ഈ വചനഭാഗത്ത് നിന്ന് ഒത്തിരി ആഴങ്ങൾ ഇത് ധ്യാനിക്കുമ്പോഴുണ്ട്. ഇത് ദീർഘവർഷങ്ങളായിട്ട് ഞാൻ ധ്യാനിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ദീർഘവർഷങ്ങൾ വീണ്ടും ഞാൻ ഇങ്ങനെ പുതിയ സഭകളിൽ പോകുമ്പോൾ പിന്നെ ഒന്നുകൂടെ ധ്യാനിക്കും. അപ്പോൾ പിന്നെ പുതിയ തോട്ട്സുകൾ ലഭിക്കും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളൊരു വചനഭാഗമാണ്. ഒരു പുതിയ വചനഭാഗം പ്രസംഗിക്കുവാൻ പാസ്റ്റേഴ്സിന് അല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ പക്ഷേ പിന്നെ പരിചയമുള്ളൊരു വചനഭാഗം ഓഡിയൻസ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണമേ. ഇവിടെ ഞാൻ കണ്ടതായിരിക്കുന്ന ആഴങ്ങളെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഇവിടെ ദ ഫസ്റ്റ് തിങ്, ദ ഡീപ്സ് ഓഫ് ഹിസ് ലവ്, ദൈവ സ്നേഹത്തിൻ്റെ ആഴം. ഹല്ലേലൂയ. ഒരാലുലിയ പറയാമോ? ആമേൻ. ഡീപ്സ് ഓഫ് ഹിസ് ലവ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് ഇന്ന് ഈ കസേരയെ നമ്മളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നമ്മുടെ ജീവിതത്തെ മൊത്തമായി മാറ്റിമറിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് സമൂഹത്തിൽ മാനവും അഭിമാനമുള്ള വ്യക്തികളാക്കി നമ്മെ തീർത്തത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഈ ലോകത്തിലുള്ള അനേക സമൂഹങ്ങളെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നോടുകൂടെ ഒന്ന് വരണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നു. ആമേൻ. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ. ഈ സ്ഥലപ്പേരെന്തോന്ന് പറഞ്ഞു? നെടുമ്പാശ്ശേരി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വർഷിപ്പ് സെൻറ്ററിലിരിക്കുന്ന ഈ 60-70 പേരെ മാത്രമല്ല തിരുവചനം പറയുന്നത് അറിയാമോ? ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ സഭകളിലിരിക്കുന്നതായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ മാത്രമല്ല, ലോകത്തിൽ ചർച്ചുകളിലിരുന്ന് ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ മാത്രമല്ല, ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം ലോകവ്യാപകമായി ദൈവരാജ്യം അവകാശമാകാതെ കിടക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വേണ്ടി ഇപ്പോഴും ഒഴുകുകയാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹം എന്നെയും നിങ്ങളെയും ഒരു കാലഘട്ടത്തിൽ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയെന്നേ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ പരിവരെയും ഈ സ്നേഹം കാൽവറിയിൽ നിന്നൊഴുകുകയാണ്. ഹല്ലേലൂയ. അവൻ ലോകത്തെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിനെ അവൻ ലോകത്തെ സ്നേഹിച്ചു. ഒരു അല്പസാക്ഷ്യം പറയാം. ഞാനിവിടെ നിന്ന് 1995 നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. ഒരു ട്രഡീഷണൽ മലയാളി പെൻ്റെക്കോസ്റ്റൽ ഫാമിലി ജനിച്ചതായിരിക്കുന്ന 3-ാം തലമുറക്കാരനായിരിക്കുന്ന ഞാൻ അവിടെ ചെന്നപ്പോൾ സഭയെക്കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു റൂം വേണം, റൂമിനകത്ത് കുറച്ച് ആളുകൾ വേണം, ഒരുമിച്ച് കൈയടിച്ച് ആരാധിക്കണം, ആത്മാവിൽ അവസാനിപ്പിക്കണം, ആത്മാവിൽ തുടങ്ങണം, പിന്നുള്ള ദിവസങ്ങളിൽ ജീവകാര്യങ്ങളിൽ ഇടപെടണം, വേണ്ടുന്ന വരുമാനങ്ങൾ ലഭിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കോമൺ കോൺസെപ്റ്റ്. ആമേൻ. എന്നാൽ ക്രമാതീതമായി എൻ്റെ ലീഡർ എന്ന് പറയുന്നത് പട്ടം താണുപിള്ള, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പട്ടം താണുപിള്ളയുടെ അനന്തരനായിരിക്കുന്ന KV പോൾപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ കർത്താവായ യേശുവിനെ കണ്ടെത്തി നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെയും കടന്നുപോയി പ്രവർത്തിച്ച് ഒരു മഹാ ലീഡർ. എൻ്റെ ബൈക്കോളനാണ്. പഠിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവം അവസരം തന്നത്. താൻ കൂടെ അടുത്ത് വിളിച്ചിരുത്തി എന്നോട് പറയും, സമയ മലയാളികളെ മാത്രമല്ല ദൈവം സ്നേഹിച്ചത്, സകല ലോകത്തെയും ദൈവം സ്നേഹിച്ചു. ഡൽഹിയെ ദൈവം സ്നേഹിച്ചു, ഹരിയാനയെ ദൈവം സ്നേഹിച്ചു, UP ദൈവം സ്നേഹിച്ചു, നോർത്ത് ഇന്ത്യ ദൈവം സ്നേഹിച്ചു, ലോകത്തിലുള്ള സകല ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും സകല മാനവജാതിയെയും സ്നേഹിച്ചു. കേൾക്കും, വന്നിരുന്ന് ചിന്തിക്കും, എങ്ങനെ ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയും? 1 ഭാഷ, 2 കൾച്ചർ, 2 ഹാലലിയ വിവിധങ്ങളായിരിക്കുന്ന ജീവിത ശൈലികൾ, ഇതുമായി യോജിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കും, കർത്താവേ അവിടെ പോകാൻ പറ്റുമോ, ഇവിടെ പോകാൻ പറ്റുമോ, മറ്റിടത്ത് പോകാൻ പറ്റുമോ? ക്രമാതീതമായി മനസ്സിലെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിച്ചു. 13 വർഷം ആ ദൈവദാസനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് വേലയുടെ വിവിധ കാര്യങ്ങളെ പഠിച്ചു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ദൈവകൃപയാൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രം നടക്കുന്ന ബൈബിൾ കോളേജ്, അവിടെ 82 ഗ്രാമക്കാർക്ക് വേണ്ടി ഒരു സഭ ശനിയാഴ്ച തുടങ്ങി. ആ സഭയിൽ 5000-കണക്കിന് ആളുകൾ കൂടി വരുമായിരുന്നു. അത് ക്രമേണ തനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് അതെൻ്റെ തലയിൽ വന്നു. ഞാനത് നടത്തി. അങ്ങനെ എനിക്ക് കൂടുതലായിട്ട് ദർശനം ലഭിക്കാനിടയായി. അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഇംഗ്ലീഷിന് പ്രയോറിറ്റി ആയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നം വന്നു. ഹിന്ദിക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യാം എന്നൊരാളെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യണമോ, അതോ കർത്താവ് തന്ന ദർശനപ്രകാരം ചെയ്യണമോ? അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തന്ന ദർശനപ്രകാരം ഇവിടെയുള്ള ആളുകളെ നേടുവാൻ തക്കോണം എന്താ ചെയ്യേണ്ടത്? വരുമാനമൊന്നുമില്ല. പലപ്പോഴും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ പഞ്ചർ ഒട്ടിക്കാൻ പോലും പൈസയില്ലാതെ തള്ളിക്കൊണ്ട്
ചർച്ചിൻ്റെ ക്യാമ്പസിൽ കൊണ്ടുവന്ന് നിർത്തും. പിന്നെ അവിടുന്ന് പൈസ ഉണ്ടാകുമ്പോൾ സ്കൂട്ടറിൻ്റെ പഞ്ചറൊട്ടിക്കും. ടയർ മാറ്റേണ്ട സമയത്ത് മാറ്റാൻ പറ്റത്തില്ല. അത് എൻ്റെ സ്വന്തമല്ല, പ്രസ്ഥാനം തന്നതാണ്. അങ്ങനെ ക്രമേണ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം ഇങ്ങനെ പോയി. എന്തായാലും എനിക്കൊരു ശാഠ്യമുണ്ട്, ഞാൻ ആരുടെയും മുമ്പിൽ കൈ നീട്ടത്തില്ല, വിളിച്ചവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പല ദേവദാസന്മാരും കേരളത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും വന്നിങ്ങനെ അവൻ ഹല പറയും, വിട്ടുപോകേണ്ട സമയമായി. ഞങ്ങൾ വിട്ടു എങ്ങോട്ടാണ് പോകുന്നത്? പോകാനൊരു സ്ഥലം വേണ്ടേ? ഈ പറയുന്ന പുള്ളി ഒരു സ്ഥലം കാണിച്ചു തരണ്ടേ? അതുമില്ല. അവൻ പുള്ളി പോകേണ്ട സമയമായി. അതായത് എൻ്റെ എക്സ്പീരിയൻസ് ഓർത്ത് അവർ പറയുന്നത് പോകേണ്ടത്. എൻ്റെ ഞെരുക്കം കണ്ടു കഴിഞ്ഞാൽ എനിക്കല്ലേ അറിയത്തുള്ളൂ എപ്പോഴാണ് വിട്ടു പോകേണ്ടതെന്നുള്ളത്. അങ്ങനെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, പോകാൻ എനിക്കറിയത്തില്ല, നീ പുഷ് ചെയ്യുമ്പോൾ ഞാൻ പോകും. അങ്ങനെ കർത്താവ് ഒരു സാഹചര്യത്തിൽ 2008 പുഷ് ചെയ്തു. അന്ന് പുറത്തു വന്നു. ആമേൻ ഹല്ല. അന്ന് തൊട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ചു. ദൈവകൃപയാലെ ഡൽഹിയിലും UP-യിലും ആമേൻ ഹാലിൽ, അതുപോലെ തന്നെ ബീഹാറിലും ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ഹിമാചലിലെ അനേകം മിഷണറിമാരെ അയക്കാൻ ദൈവം സഹായിച്ചു. ആമേൻ. നമ്മുടെ പക്കലൊരു ദർശനമുണ്ടെങ്കിൽ ആ ദർശനം പൂർത്തീകരിക്കാൻ ദൈവം ശക്തനാണ്. അപ്പോൾ ആ ദർശനം എങ്ങനെ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദർശനം ഹല്ലേലൂയ നമ്മളെ ചുമ്മാ നിന്ന് ലഭിക്കുന്നതല്ല. നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ ആമേൻ അവിടെ നിന്ന് ദർശനമുണ്ടാകണം. ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ദർശനമുണ്ടാകണം. ദൈവത്തിൻ്റെ ദാസന്മാർ സംസാരിക്കുമ്പോൾ ദർശനമുണ്ടാകണം. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള സഹോദരൻ ജോണം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ആമേൻ ഹല്ലേലൂയ, റയൻ സാറിൻ്റെ പബ്ലിക് സ്കൂളിൻ്റെ ഡയറക്ടർ പിൻഡു ഒരു ദിവസം കോളേജിൻ്റെ ചാപ്പിൽ വന്ന് ഹല്ലേലൂയ തൻ്റെ സ്കൂളിൻ്റെ ആരംഭത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ തനിക്ക് തോന്നി ഞാനും ഒരു മിഷണറിയായിട്ട് സ്കൂൾ തുടങ്ങി, പ്രവർത്തനം തുടങ്ങണമെന്ന്. ഇന്ന് ഹല്ലേലൂയ ഡൽഹിയിലും UP-യിലും ഡൽഹിയിലും UP-യിലും ഹരിയാനയിലുമുള്ള അനേക സ്ഥലങ്ങൾ മേടിച്ച് മിഷൻ സെൻറ്ററുകൾ പണിയാൻ ആ വ്യക്തിയെ ദൈവം സഹായിച്ചു. അത് ഏറെക്കുറെ പത്രാപുരത്തു നിന്നുള്ളൊരു സഹോദരനാണ്. ആമേൻ. പത്രാപുരംകാർ നല്ല ആത്മീയരാണ്. പത്രാപുരംകാർ എനിക്ക് വലിയ റെസ്പെക്റ്റാണ്. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ മൊത്തം പാസ്റ്റേഴ്സ് അധികം പേരും പത്രാപുരംകാരാണ്. ഹല്ലേലൂയ. ഇന്ന് ഡൽഹിയിലോ അതിൻ്റെ പരിസര പ്രദേശത്തോ ആമേൻ നല്ല പ്രവർത്തനം ചെയ്യുന്നവരെല്ലാം കൊട്ടാരക്കടുത്തോട്ട് പത്രാപുരം വരെ ഉള്ളവരാണ്. ഹല്ലേലൂയ. അതിനിടയ്ക്ക് ദൈവം എന്നെപ്പോലുള്ളൊരു പാലക്കാടുകാരനെയും തിരഞ്ഞെടുത്തതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് എല്ലാ സ്ഥലത്തുനിന്നും എല്ലാവരെയും ആവശ്യമാണ്, നിങ്ങളെയും ദൈവത്തിന് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽക്കാലം ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. ആമേൻ ഹല്ല. ഇവിടെ നാം വായിച്ചു കേട്ടത് ആമേൻ ആഴത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് ചില സമയങ്ങളിൽ യേശുക്രിസ്തു സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ടപ്പോൾ ആമേൻ പത്രോസിന് ഏതാഴമാണ് ലഭിച്ചതെന്നറിയാമോ? ആമേൻ ദൈവസ്നേഹത്തിൻ്റെ ആഴം. തൻ്റെ സാഹചര്യങ്ങളാൽ കുടുങ്ങപ്പെട്ട് വീട്ടിലേക്ക് പോലും കടന്നു പോകുവാൻ തക്കവണ്ണം മനസ്സില്ലാതെ തിബരിയാസ് എന്ന ഹല്ലേലൂയ ആമേൻ തടാകത്തിൻ്റെ ഹല്ലേലൂയ കരയ്ക്ക് ആമേൻ കുനിഞ്ഞു നിന്ന് വല കഴുകുമ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നും ഹല്ലേലൂയ പ്രൊഫഷണലായിട്ട് പ്രാപിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ മാനസിക സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്ത് ചെല്ലുവാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചു, ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ജോലി ലഭിച്ചില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരിയറിനായിട്ട് ഇറങ്ങിത്തിരിച്ചു, പഠിച്ചിട്ട് പാസ്സായില്ല, അപ്പോഴൊക്കെ നിങ്ങളുടെ മനോസ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആ മനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി പത്രോസിനെ മനസ്സിലാക്കണമേ. താൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല. അവൻ പറയുകയാണ്, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വിലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ സമയം യുവാക്കളായിരിക്കുന്ന ഒരു സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ഹല്ലേലൂയ ലോജിക്ക്, നമ്മുടേതായിരിക്കുന്ന ഹല്ലേലൂയ ഫിലോസഫി, നമ്മുടേതായിരിക്കുന്ന സൈക്കോളജി, നമ്മുടേതായിരിക്കുന്ന എല്ലാ അറിവുകളും മാറ്റിവെച്ച് യേശുവിൻ്റെ വചനത്തിനനുസരിച്ച് നാം ഇറങ്ങുന്നുവെങ്കിൽ ആമേൻ ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കും. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6ഉം 8ഉം വാക്യങ്ങൾ ഒന്ന് സ്ക്രീനിലിട്ടാട്ടെ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6ഉം 8ഉം വാക്യങ്ങൾ ഒരാൾ വായിക്കുകയും ചെയ്തോട്ടെ. അതന്നെ മോളെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ചിന്തിച്ചു നോക്കണമേ. നമ്മളാരും ബലവാന്മാരായിരിക്കുമ്പോഴല്ല ക്രിസ്തു നമ്മെ സ്നേഹിച്ചത്. മനുഷ്യർ സ്നേഹിക്കുന്നത് ബലവാന്മാരെയാണ്. മനുഷ്യർ സ്നേഹിക്കുന്നത് സ്വാധീനമുള്ളവരെയാണ്. മനുഷ്യർ സ്നേഹിക്കുന്നത് ഹല്ലേലൂയ വലിയ വലിയ ഉന്നത പദവികളുള്ളവരെയാണ്. എന്നാൽ ക്രിസ്തു ഉന്നത പദവി ആമേ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ബലഹീനരായവരെ സ്നേഹിക്കാനാണ്. ഹല്ലേലൂയ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു ഹല്ലേലൂയ തൻ്റെ സ്നേഹം നമ്മുടെ മേലെ എങ്ങനെ പ്രദർശിപ്പിച്ചത്? 8-ാമത്തെ വാക്യം വായിക്കാം മോളെ. 8-ാമത്തെ വാക്യം. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ ബലഹീനന്മാർ മാത്രമല്ല, നാം ആരോടായിരുന്നു?
പാപികളോടായിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ ഹല്ലേലൂയ സാമുദായിക അല്ലെങ്കിൽ ധാർമ്മിക നേതാക്കന്മാർ പാപി 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 എന്ന് ഓരോരുത്തർക്കും മുദ്രയിടുമ്പോൾ യേശു നീതിമാന്മാരെ അല്ല അന്വേഷിച്ചത്, യേശു ബലഹീനരെയും പാപികളെയുമാണ് അന്വേഷിച്ചത്. ഹല്ലേലൂയ. ആമേൻ. യേശു അവരെ നീതിമാന്മാരാക്കി, യേശു അവരെ ദൈവത്തോട് അടുപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ബൈബിളിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് നല്ലവരെ സ്നേഹിക്കുകയല്ല, ആകാത്തവരെയും സ്നേഹിച്ചവൻ നല്ലവരാക്കി തീർക്കുന്ന ഒരു സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ട് പത്രോസിനെ നിങ്ങൾ നോക്കുക, ഒരു മുക്കുവൻ. ആമേൻ. ഹല്ലേലൂയ. സമൂഹത്തിൽ 4 കൂട്ടം ആളുകൾ മോശപ്പെട്ടവരാണെന്ന് ചെറുപ്പം തൊട്ട് ഞാനിങ്ങനെ ഇവിടെ കേരളക്കരയിൽ കേട്ടിട്ട്, ഒന്ന് ഡ്രൈവേഴ്സ്, എത്രയും പെട്ടെന്ന് തെറി പറയുന്ന പാർട്ടികളാണ്. രണ്ടാമത്തത് ആമേൻ ഹല്ലേലൂയ ആനയെ പരിപാലിക്കുന്നവർ, മൂന്നാമത്തത് താറാവിനെ നടത്തുന്നവർ, നാലാമത്തെ മുക്കുവന്മാർ. ഇവരിച്ചിരി ഹാർഡ് കോർ ലൈനാണ്. പെട്ടെന്ന് ദേഷ്യം വരും. കാരണം വണ്ടി ഓടിക്കുക, കൺട്രോൾ ചെയ്യുക, അതിന് മുമ്പിൽ ഒരാൾ ചാടിയാലേ പെട്ടെന്ന് റോങ് ആയിട്ട് വന്നാൽ ഒട്ടനെ അവൻ്റെ എല്ലാ ഇളവും അല്ലേ. അതുപോലെ തന്നെ ഈ താറാവിനെ പാലിക്കുന്ന പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അവർ രണ്ടാമത്തെ വാക്ക് തെറിയായിരിക്കും പറയുന്നത്. അതുപോലെ ആന നടത്തുന്നവരെ, അതുപോലെ തന്നെ മുക്കുവന്മാരെ. മുക്കുവന്മാരുടെ അനുഭവം ഞങ്ങളൊരു സൈക്കിൾ റാലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടത്തി. ഞങ്ങൾ ഈ കൊച്ചിക്കടുത്ത് ഒരു തുറമുഖ തീരത്തെ മുക്കുവന്മാരുടെ ഇടയിൽ പ്രവർത്തിച്ചു. രാത്രിയിൽ ഇതും കൊണ്ടാണ് വന്നത് ഞങ്ങളെ അടിക്കാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടത്തിൽ 1-2 നോർത്ത് ഈസ്റ്റുകാരുണ്ട്. ഇങ്ങനെ മുഖത്ത് നോക്കി നല്ല പച്ചതെറി വിളിക്കുമ്പോൾ അവന്മാരെല്ലാം ചിരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഈ ഭാഷ അറിയത്തില്ലോ. ഞങ്ങൾക്കറിയാം വിളിക്കുന്നത് ഏറ്റവും ഭൂലോകതെറിയാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഷയെന്ന് കേട്ടാൽ നമ്മുടെ കാത് പൊട്ടിപ്പോവും. അതുപോലുള്ള ഭാഷകളാണ്. അപ്പം ഞാൻ വിശ്വസിച്ച് ഈ 4 കൂട്ടരും ആരാണെന്നറിയാമോ? ഇച്ചിരി ഹാർഡ് കോർ ലൈനിലുള്ളവർ. ഹല്ലേലൂയ. അവരെ പരിപാലിക്കും. പത്രോസിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. താനൊരു പാപിയാണ്, താനൊരു ബലഹീനനാണ്. ആ ബലഹീനനായി പാപിയായിരിക്കുന്ന സാഹചര്യത്തിൽ യേശുവിൻ്റെ സ്നേഹം പത്രോസിനെ തേടി വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളാരും നല്ലവരായിട്ടല്ല ദൈവം സ്നേഹിച്ചത്. നമ്മുടെ ഏറ്റവും ദുർദശയിൽ നമ്മെ സ്നേഹിച്ച ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനം 136 ഹല്ലേലൂയ ഇപ്രകാരം മിരിയാമും കൂട്ടരും കൂടെ പാടുന്നതായിരിക്കുന്ന ഒരു പാട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവര് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയുവാൻ കഴിയും, എൻ്റെ താഴ്ചയിൽ എൻ്റെ ദൈവം എന്നെ ഓർത്തു, എൻ്റെ വീഴ്ചയിൽ എൻ്റെ ദൈവം എന്നെ ഓർത്തു, എൻ്റെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ ദൈവം എന്നെ ഓർത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെയാണ് ദൈവം കൈ പിടിച്ച് മുമ്പോട്ട് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്യങ്ങൾ ഒരുപാട് വായിക്കുവാനുണ്ട്. 1 യോഹന്നാൻ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, See what kind of love the Father have given to us, that we should be called the children of God. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകി. കൊരിന്ത്യലേഖനം പറയുന്നു, അവൻ ധനവാനായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മെ ധനവാനാക്കി തീർക്കേണ്ടതിന് ഹല്ലേലൂയ അവൻ ദരിദ്രനായി തീർന്ന അവൻ്റെ കൃപ നിങ്ങൾ ഓർത്തുകൊള്ളണമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്നാൽ നമുക്ക് ഓർക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ അളവറ്റ മനസ്സലിവേ. ഹല്ലേലൂയ. അതൊന്നും ധ്യാനിക്കണം. അല്ലാതെ നമ്മൾ ട്രഡീഷണലായിട്ട് ഇങ്ങനെ വന്നിരുന്നു, ഇതെപ്പോഴാണ് നിൽക്കുന്നത്, എപ്പോഴാണ് എഴുന്നേറ്റ് പോകുന്നതൊന്നും ചിന്തിച്ചുകൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ അന്യജാതികളായിട്ടുള്ള ആളുകൾ ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ടെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചാബിലും ഹല്ലേലൂയ മറ്റിതര സ്ഥലങ്ങളിലും ഉള്ളതായിരിക്കുന്ന അനേക ചെറുപ്പക്കാർ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഓൾറെഡി ഹല്ലേലൂയ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്നൊരു രാജ്യത്തിന് വേണ്ടി ഒരു കൂട്ടം ജനത തയ്യാറെങ്കിൽ നിത്യം നിലനിൽക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി സഭകളിൽ നിന്ന് ഒരു കൂട്ടം തയ്യാറായ മതിയാകുകയുള്ളൂ. നമ്മൾ ദൈവത്തിന് വേണ്ടി മുൻപോട്ട് സ്റ്റെപ്പുകൾ വെച്ചെങ്കിൽ മാത്രമേ യേശു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രാബല്യത്തിലാകത്തുള്ളൂ. എങ്ങനെയാണെന്നറിയാമോ? നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ് ചർച്ചിലിരിക്കുകയല്ല, നിൻ്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ് നമ്മുടെ കാലെടുത്ത് വെക്കണം. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ രാജ്യത്തിലേക്ക് ചില ആത്മാക്കളെ കൊണ്ടുവരുവാൻ, നിൻ്റെ സ്നേഹത്തെ അവരെ അറിയിക്കുവാൻ തൊക്കെ ദൈവം എനിക്ക് ആത്മാവിൽ ശക്തിയും ബലവും പകരണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോകുവാൻ തൊക്കെ താല്പര്യം. ദൈവജ്ഞാനത്തിൻ്റെ ആഴം പത്രോസ് കണ്ടു. ഹല്ലേലൂയ. ദൈവജ്ഞാനത്തിൻ്റെ ആഴം. നമുക്കൊന്ന് 2 വാക്യങ്ങൾ വായിക്കാം. ഡീപ്സ് ഓഫ് ഹിസ് നോളജ് ആൻഡ് വിസ്ഡം. പ്രൊവേർബ്സ്. സദൃശ്യവാക്യം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അത് നിന്നെ അതിൻ്റെ മോൾ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നതിനെ കുറിച്ച് ജ്ഞാനം വിളിച്ചു പറയുന്നു. ഈ ജ്ഞാനമാരാ? ഹല്ലേലൂയ. ജ്ഞാനമാരാ? ദൈവം. ഹല്ലേലൂയ. ഇവിടെ ലോകത്തിൽ ഒരുപാട് ജ്ഞാനങ്ങളുണ്ട്.
അതൊന്നും ഒരു മനുഷ്യനെയും ഹല്ലേലൂയ ഇതുവരെ വിടുവിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ആമേൻ, വിസ്ഡം വിൽ സേവ് യു ഫ്രം ദ വേസ് ഓഫ് വിക്കഡ് മാൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പാപികളായിട്ടുള്ള ദുർമാർഗികളായിട്ടുള്ളവരുടെ വഴികളിൽ നിന്നും ആമേൻ ഹല്ലേലൂയ വിടുവിപ്പാൻ കഴിവുള്ള ജ്ഞാനം ആരുടെ പക്കലാണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കലാണ്. ആമേൻ. പത്രോസ് യേശുവിൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ കേട്ടത് എന്താണെന്ന് അറിയാമോ? ആമേൻ ഹല്ലേലൂയ. ദുഷ്ടകൂട്ടുകെട്ടിൽ നിന്നും വിടുവിക്കുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളെ ആര് കണ്ടു? പത്രോസ് കണ്ടു. ഹല്ലേലൂയ. ഒരു വാക്യം അതിനോട് ചേർത്ത് നമുക്ക് വായിക്കാം. ആമേൻ. യെശയ്യാവ് 11:2 യെശയ്യാവ് 11 അതിന്റെ 2 അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ആമേൻ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, നമ്മൾ താഴട്ടെ. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ മശിഹായെ കുറിച്ച് ഹല്ലേലൂയ ഉള്ളതായിരിക്കുന്ന ഒരു പ്രൊഫറ്റിക്കൽ പാസേജാണ് നമ്മൾ വായിച്ചു കേട്ടത്, പ്രവചനവാക്യങ്ങൾ. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അവിടെ നാം വായിക്കുന്നത് അവൻ്റെ മേലെന്തിരിക്കും? യഹോവയുടെ ആത്മാവിരിക്കും. 61 വാക്യത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന മൊഴികളിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ യഹോവയുടെ ആത്മാവിൻ്റെ മേലുണ്ട്, അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് പൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഭക്തന്മാരെ, ആ അഭിഷേകം എനിക്ക് നിനക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താലാണ് അത് നമുക്ക് പ്രാപിച്ചെടുപ്പാൻ തക്കണം ഇവിടെയായി തീർന്നത്. അതിന് നമ്മൾ ആരും യോഗ്യരായതുകൊണ്ടല്ല, എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ അവൻ മുൻകണ്ടിരുന്നു. ആരെ? എന്നെയും നിങ്ങളെയും. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അബ്ബാപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന സ്വപുത്രൻ്റെ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്തിരുന്നു കൊണ്ട് ആമേൻ പിതാവിനെ ഹല്ലേലൂയ വിളിക്കുവാൻ തക്കോണം പുത്രൻ്റെ ആമേൻ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ പറയുമ്പോൾ ഒരു ഹല്ലേലൂയ ഒക്കെ പറയണം കേട്ടോ, ഇങ്ങനെ ഐഡലായിട്ടിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അവിടെ ഇല്ല. ഇവിടെ പാസ്റ്റൊക്കെ അങ്ങ് അല്ലറി വിളിക്കില്ല, അവിടെ ഞങ്ങൾ പേടിച്ച് അല്ലറി വിളിക്കുന്ന ആരാടെ ഓടി വരെ നിർത്താമെന്ന് കരുതി. ആമേ. കണ്ടെത്താൻ പറ്റുന്ന സമയത്ത് വിളിച്ചപേക്ഷിക്കണം. ഒച്ച ഉണ്ടാക്കാവുന്ന സമയത്ത് നമുക്കൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒച്ച വരും. എന്നാൽ ഒച്ച ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. അല്ല പക്ഷേ വചനത്തിൽ പറയുന്നത് ആർക്കും പ്രവർത്തിച്ചു കൂടാന്ന രാത്രി വരുന്നു. ആ കിടക്കട്ടെ, രാത്രി ഇവിടെ കിടക്കട്ടെ, പകലുണ്ടല്ലോ, ഇപ്പം പകലാണല്ലോ, ഇപ്പം വിളിച്ചപേക്ഷിക്കാമല്ലോ, ഇപ്പം പ്രാർത്ഥിക്കാമല്ലോ, ഇപ്പം കൈയടിക്കാമല്ലോ, ഇപ്പം ഡ്രം കൊട്ടാമല്ലോ, ഇപ്പം കീബോർഡ് വായിക്കാമല്ലോ, അന്നേരം കൈയടിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. ആ രാത്രി വരുന്നപ്പോൾ നോക്കാവുന്നേ, അത് കർത്താവ് മാനേജ് ചെയ്തോളും. ഇപ്പോൾ ദൈവം സ്വാതന്ത്ര്യം തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തെ ആരാധിക്കണം. എവിടെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആമേ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, അവിടെ അങ്ങനെ ആണെങ്കിലും ഞങ്ങൾ സൈലൻ്റ് ആയിട്ടൊന്നും പോലെ ഇതിനേക്കാൾ വളരെ വിളിച്ചാൽ ഞങ്ങൾ ആരാധിക്കുന്നത്. നാളെ നിർത്തുമ്പോൾ ഞങ്ങളങ്ങ് നിർത്തും. അതുവരെ എന്തിനാണ് നമ്മുടെ സ്വാതന്ത്ര്യം കളയുന്നത്? ഹല്ലേലൂയ. ഇവിടെ ഞാൻ പിന്നെയും പേടിച്ച ആമേൻ ഹല്ലേലൂയ സംസാരിക്കുന്നത്, അവിടെ ഇതിനേക്കാൾ ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ആ സാഹചര്യം വരട്ടെ, അന്നേരം നമുക്ക് നോക്കാം. ആമേൻ. ഇതുവരെയും ദൈവകൃപയാലെ സ്വാതന്ത്ര്യത്തിനോട് കുഴപ്പവും വന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് ആമേൻ അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവേ. പ്രൈസ് ദി ലോർഡ്. വെറുതെ കൈയടിച്ച് ബഹളമുണ്ടാക്കുന്നതിന് ഞാൻ എതിരല്ല കേട്ടോ. മാക്സിമം കൈയടിക്കണം, മാക്സിമം ആമേൻ ഹല്ല ഉച്ചത്തിൽ ആരാധിക്കണം. ഞാൻ തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ നമുക്ക് ജ്ഞാനവും വിവേകവും അതോടൊപ്പം വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആലോചനയുടെ ബലത്തിൻ്റെയും ആത്മാവ് നമ്മുടെ മേൽ വേണം. പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് നമ്മുടെ മേൽ വേണം. അപ്പോൾ യേശു സംസാരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പത്രോസ് യേശുവിനെ ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താൻ എന്താണെന്നറിയാമോ? ആമേൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ജ്ഞാനം. ആമേൻ. ദുഷ്ട മനുഷ്യൻ്റെ മധ്യത്തിൽ നിന്നും ഹല്ലേലൂയ ഒരു മനുഷ്യനെ ആമേൻ ജ്ഞാനിയാക്കി വേർതിരിക്കുന്ന ജ്ഞാനം. ഹല്ലേലൂയ. അപ്പോൾ ആ കടലിലുള്ളതായിരിക്കുന്ന സകല ദുഷ്ടതയെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മധ്യത്തിൽ നിന്നും തനിക്കൊരു വിടുതലുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടെ താൻ എന്ത് ചെയ്യുന്നറിയാമോ? യേശു സംസാരിച്ചു തീർന്നപ്പോൾ നാഥാ നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് പറഞ്ഞ് താൻ ആഴത്തിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമാലേഖനം 11:33 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഓ ദ ഡീപ്പ് ഓഫ് റിച്ചസ് ഓഫ് ബോത്ത് ദ വിസ്ഡം ആൻഡ് നോളജ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. മലയാളത്തിലൊന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. ആമേൻ. റോമാലേഖനം 11:33 ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരല്പം വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ്. ഇത് 3ആണോ 2ആണോ? ധനം, ജ്ഞാനം, അറിവ് അല്ലേ? ആ സ്ക്രീനിൽ ഇവിടെയുണ്ട്, അവിടെയുണ്ട്.
ഞങ്ങൾക്ക് സ്ക്രീനില്ല കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ദീർഘനാളുകളായി ഭാഷ ആഗ്രഹിക്കുന്ന ഒരു സ്ക്രീൻ വേണം. ഹല്ലേലൂയ, ആമേൻ. വലിയ ഹോളൊക്കെ ദൈവം തന്നു, ഇനി സ്ക്രീനോടെ മതി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയാണ് അവിടെ വായിച്ചത്? ധനം, ജ്ഞാനം. പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കണേ. ഓ ദ ഡെപ്ത് ഓഫ് ദ റിച്ചസ് ഓഫ് ബോത്ത് വിസ്ഡം ആൻഡ് നോളജ്. ഹല്ലേലൂയ. ഈ ഇന്ത്യൻസിനുണ്ടല്ലോ ഈ റിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേറൊരു സെപ്പറേറ്റ് തിങ്ങായിട്ടാണ് കാണുന്നത്, അല്ലേ? ജ്ഞാനം എന്തല്ല, റിച്ചസ് അല്ല. വിസ്ഡം റിച്ചസ് അല്ല. എപ്പോഴും ഇതാ റിച്ചസ്. പക്ഷേ ബൈബിൾ പറയുന്നത് എന്തറിയാമോ? ഈ ധനത്തേക്കാളൊക്കെ കൂടിയ ഒരു വലിയ റിച്ചസ് ഉണ്ട്. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അത് ദൈവത്തിൻ്റെ അറിവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അനേകർ ധനവാന്മാർ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ശ്രേഷ്ഠന്മാർ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, സ്വാധീനവും ശക്തിയുമുള്ളവർ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, സഹോദര സഹോദരി, നമ്മുടെ കുടുംബങ്ങളൊക്കെ നിലനിൽക്കുന്നത് ആ സർവശക്തൻ്റെ ജ്ഞാനം മൂലമാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ മുങ്ങിപ്പോകാവുന്ന പല സാഹചര്യങ്ങളും നമ്മെ മുക്കിക്കളയാതെ കൈതന്ന് പൊക്കുന്ന ഒരു നല്ല കർത്താവിൻ്റെ ജ്ഞാനം കേട്ടാൽ നമ്മുടെ കുടുംബങ്ങൾ ഹല്ലേലൂയ ഉയരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ തലമുറകൾ ഉയരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ മക്കൾ ഉയരുവാൻ ഇടയായിത്തീരും. നമ്മുടെ മുമ്പായി ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരെ കുറിച്ച് നമുക്കിപ്പോൾ ഹല്ലേലൂയ ഒരു വ്യാകുലതയുണ്ട്. ഇവിടെ ഏതാണ്ടൊക്കെ ഹല്ലേലൂയ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ സ്പഷ്ടം പറയുക? STM എന്തോ ഒരു ഇതുണ്ടല്ലോ, ഡ്രഗ്, MDMA അവിടെ ഇല്ല കേട്ടോ. എവിടെ ചെന്നാലും MDMA. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് MDMA നമ്മുടെ യുവാക്കളെ ഹല്ലേലൂയ കയറി അറ്റാക്ക് ചെയ്യുന്നതെന്നറിയാമോ? അതിനേക്കാളും സൂപ്പർ പവറായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട്. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലുള്ള സകലത്തെ കണ്ട് പേടിച്ച് അയ്യോ കുഞ്ഞുങ്ങളെന്തായിത്തീരും MDMA. ലോകത്തിലുള്ളത് അവിടെ ഇരിക്കട്ടെന്നേ. ഹല്ലേലൂയ, ആമേൻ. ലോകത്തിലുള്ളതിനേക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങൾ നോക്കി, എത്രയോ ചെറുപ്പക്കാർ പ്ലാറ്റ്ഫോമിൽ വന്നു യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ സഭയിലിരിക്കുന്ന ആമേൻ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആമേൻ ഈ കുഞ്ഞുങ്ങളൊക്കെ നാളെ MDMAയുടെ അധീനതയിലല്ല, ദൈവത്തിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ അധീനതയിൽ വരുമ്പോൾ ആമേൻ കേരളത്തിലൊരു വലിയ ഉണർവുണ്ടാകുവാനിടയായിത്തീരും. ആമേൻ ഭാരതത്തിലൊരു വലിയ ഉണർവുണ്ടായിത്തീരും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ സ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ അവൻ ലോകം അറിയുന്നവനായി തീരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അത് നടക്കുമ്പോഴാണ് സ്വർഗം ആമേൻ പറയുവാൻ തുടങ്ങുന്നത്. ഇവരെ ഒന്നും ചെറിയവരായിട്ട് കാണരുത്. ഇവരൊക്കെ വലിയ പുള്ളികളാണ്. ഇന്ന് അവരെ ഫീഡ് ചെയ്യണം. അപ്പോഴേ അവർ MDMA വിട്ടേച്ച് HSൻ്റെ പുറകെ പോകത്തുള്ളൂ, ഹോളി സ്പിരിറ്റിൻ്റെ പുറകെ. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം കുഞ്ഞുങ്ങളുമായിട്ട് സഭയിൽ വരുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് അതിനെപ്പെട്ട് ആമേൻ സമർപ്പണത്തോടുകൂടെ പ്രാർത്ഥിച്ച് ദൈവജ്ഞാനം പ്രാപിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ജ്ഞാനികളായി തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ ജ്ഞാനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുന്നത് അവൻ്റെ വിസ്ഡം ആൻഡ് നോളജ്, ദൈവത്തിൻ്റെ ആമേൻ അവൻ്റെ ഹല്ലേലൂയ ജ്ഞാനം, ഒരറിവ്, ഇതിൻ്റെ ധനമാണ് നമ്മൾ ആർക്ക് കൊടുക്കണമെന്ന് അറിയാമോ? നമ്മുടെ തലമുറകൾക്ക് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കരസം. ഓ ദ ഡെപ്ത്. ഹല്ലേലൂയ. മലയാളത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഈ എന്ന ഉപയോഗം ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് വാവ്. ഹല്ലേലൂയ. അല്ല, പക്ഷേ വാവ് അതെപ്പോഴാണ് ഉപയോഗിക്കുന്നത്? എന്നെ സൂക്ഷിച്ച് നോക്കുന്ന ചെറുപ്പക്കാരുണ്ട്, എപ്പോഴായി വാവ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങോട്ട് വാക്കുകളില്ലാതെ വരുമ്പോൾ ലാസ്റ്റിൽ വരുന്നത് വാവ്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സാധനം, വാ എന്ത് നല്ല സാധനം അല്ലേ? പക്ഷേ ഹല്ലേലൂയ. ഇന്ന് എൻ്റെ നേരെ മൂത്ത പെങ്ങൾ പറയാ, ഈ ബാഗ് കണ്ടോ, വാ ഇത് അമേരിക്കയിൽ നിന്ന് വന്നതാ. ഈ ബോട്ടിൽ കണ്ടോ, അമേരിക്കയിൽ നിന്ന് വന്നതാ. ഹല്ലേലൂയ. പൗലോസ് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ കണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ? യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസും പത്രോസും ഒക്കെ കണ്ടെന്നറിയുമോ? സ്വർഗീയ ജ്ഞാനം. സ്വർഗീയ ജ്ഞാനം. ആ സ്വർഗീയ ജ്ഞാനത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ റിലീജിയസ് ഹല്ലേലൂയ ആളുകൾക്ക് വേണ്ടിയുള്ള രക്ഷയെക്കുറിച്ചാണ് റോമാലേഖനം ആമേൻ നീതീകരണത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. നാസ്തിക് അല്ലെങ്കിൽ ഹല്ലേലൂയ എന്താണ് പറയുന്നത്? എത്തിസ്റ്റായിട്ടുള്ളവരുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, യഹൂദന്മാരുടെ രക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലുള്ള സകല സമൂഹങ്ങളുടെയും രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യഹൂദൻ്റെയും ജാതിയുടെയും നീതീകരണത്തെക്കുറിച്ച് 1 മുതൽ ഹല്ലേലൂയ 9 വരെയുള്ള അധ്യായങ്ങളും 11 മുതലുള്ള അധ്യായങ്ങളിൽ യഹൂദൻ്റെ രക്ഷയെക്കുറിച്ചെല്ലാം തൻ്റെ ഹല്ലേലൂയ ആമേൻ കയ്യിലുള്ളതായിരിക്കുന്ന പേനയിൽ എഴുതി പൗലോസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക്
മനസ്സിലായി, ഈ ജ്ഞാനം എൻ്റെ ജ്ഞാനമല്ല, ഈ ജ്ഞാനം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ആമേൻ. ജാതികരെയും യഹൂദനെയും ഒരേ പന്തിയിൽ കൊണ്ടുവന്ന് നിർത്തി അവരെ ഇരുവരെയും അബ്ബാ പിതാവ് എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗരാജ്യത്തിൽ പിതാവിനോട് ഒരുമിച്ചിരുത്തുവാനുള്ളതായിരിക്കുന്ന ആ സർവശക്തനായ ദൈവപുത്രൻ്റെ ജ്ഞാനം. ഹല്ലേലൂയ. ഇന്ന് ഈ കസേരയിലിരിക്കുന്ന വിവിധ സമൂഹത്തിലും വിവിധ സമുദായത്തിലും വിവിധ കുടുംബങ്ങളിലും ഇരുന്നവരെ സ്വർഗീയ പിതാവിൻ്റെ ആമേൻ ഹല്ലേലൂയ മക്കളാക്കി ആമേൻ ഒരേ റൂമിൽ ഒരേ കസേരയിൽ ഹല്ലേലൂയ ഇരുത്തി അപ്പാ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുവാൻ നമുക്കൊരു അവസരം നൽകി തന്നെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഓർക്കണമേ, നാളെ ഈ സഭയ്ക്കകത്തേക്ക് ഇനിയും അനേകർ കടന്നു വന്നാൽ നമ്മളോട് ചേരണം. ആമേൻ. അത് ചേരണമെങ്കിൽ നമ്മൾ വരുന്നവരെന്ത് പ്രാപിക്കണം എന്നറിയാമോ? ദൈവ ജ്ഞാനം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. 5 മിനിറ്റ് കൂടെയുള്ള എനിക്ക് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ താല്പര്യപ്പെടുന്നു. അടുത്തത് ദൈവ കരുതലിൻ്റെ ആഴം ആര് കണ്ടെന്നറിയാമോ? 10 വർഷമുണ്ട് കരുതൽ. ഹല്ലേലൂയ. ഇന്ന് പലകാലം ഇവിടെ നിന്നുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് നാളെ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യത്തിൽ എന്ത് ചെയ്യും, കുടുംബജീവിതത്തിൽ എന്ത് ചെയ്യും, ഒരു വീടിൽ എന്ത് ചെയ്യും, ഒരു സഭയിൽ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കായി കരുതുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ഒരു കർത്താവ് ഇവിടെ ഉണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നു? കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? 1 പത്രോസ് 5-ന്റെ 7-ാം വാക്യം. ആമേൻ. പെട്ടെന്ന് വായിച്ചാട്ടെ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ ആമേൻ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും ലോകത്തിൽ അനേകർ മക്കൾക്ക് വേണ്ടി കരുതിയവര് അവർ കരുതിയതെല്ലാം മക്കൾക്ക് കെണിയായി ഇന്നവർ ജയിലിലും അന്നവർ ഹല്ലേലൂയ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിലും കിടക്കുമ്പോൾ ആമേൻ നമ്മളെ ഉത്തമന്മാരാക്കി സമൂഹത്തിൽ മാന്യന്മാരായി നിർത്തുന്ന ഒരു നല്ല കരുതൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിനോട് ചോദിച്ചു നോക്കിയേ. പത്രോസ് കരുതുന്നത് ഈ ഗലീല തടാകം എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതും, ഈ ഗലീല തടാകത്തിൽ എൻ്റെ കുടുംബം ജീവിച്ച് പോകുമെന്നൊക്കെയാണ് ചിന്തിച്ചത്. എന്നാൽ ഒരു ദിവസം ചരിത്രം വെളിപ്പെടുത്തി, സാഹചര്യം വെളിപ്പെടുത്തി, ആമേൻ ഈ ഗലീല തടാകം അല്ല നിൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗം, പക്ഷേ നിൻ്റെ ജീവിതത്തിൻ്റെ മാർഗം ഒരു യേശുവാണ്. ഹല്ലേലൂയ. ആ യേശു ഗലീലയുടെ സമീപത്തിലൂടെ കടന്നു വന്നപ്പോൾ പത്രോസ് അന്നുവരെയും കണ്ടിട്ടില്ലാത്ത ആഴവും അന്നുവരെയും കണ്ടിട്ടില്ലാത്ത മത്സ്യക്കൂട്ടങ്ങളും പത്രോസ് കാണുവാൻ തക്ക ഇടയായി തീർന്നു. ഇന്ന് പൽക്കാലം നിങ്ങൾ വിശ്വസിക്കുന്നു, ഞാനും നിങ്ങളും കണ്ടിട്ടുള്ള ഈ ലോകത്തിലെ അനേക ആഴങ്ങളെക്കാളും വലിയ ആഴങ്ങളെ കാണിപ്പാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസന. വലിയ ആഴങ്ങളിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവം വിശ്വസന. വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം വിശ്വസന. പക്ഷേ ആഴമാണെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുകയല്ല. എത്ര വലിയ ആഴമാണെങ്കിലും കർത്താവേ നിന്റെ വാക്കിന് എത്ര പേര് തയ്യാറാ? നിന്റെ വാക്കിനെ നമുക്കായി കരുതുന്ന ഒരു ദൈവം, നമുക്കായി കരുതുന്ന ഒരു ദൈവം. എത്ര പേര് കരമുയർത്തി പറയും എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം? ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അപ്പന്മാർ കരുതിയിട്ടില്ലായിരിക്കും, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ആരും തന്നെ കരുതിയിട്ടില്ലായിരിക്കും. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവൻ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. കഴിഞ്ഞ 30 വർഷം ആമേൻ ഹല്ലേലൂയ അപ്പന്മാർ കരുതിയത് കൊണ്ടല്ല വേല ചെയ്തത്, എങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പലരും കരുതുമെന്ന് ചിന്തിച്ചിട്ടല്ല. അതാത് സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നു. ഞാൻ ഹല്ലേലൂയ വണ്ടിക്ക് പെട്രോൾ അടിച്ച് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് അവർക്ക് ക്ലാസ് എടുക്കുവാൻ തക്കണം പോകുമ്പോൾ 500 രൂപ മാത്രം പോക്കറ്റിലുണ്ട്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ പെട്രോൾ അടിക്കണം. മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്ത കടന്നു പോകുക, വണ്ടി പഞ്ചർ ആയെങ്കിലോ, ഹല്ലേലൂയ പെട്രോൾ അടിക്കുമോ പഞ്ചർ ഒട്ടിക്കുമോ, ഇത് രണ്ടും യാത്രയെ മുടക്കും. 3 പ്രാവശ്യം യൂട്ടേൺ എടുക്കുന്ന സമയങ്ങളിൽ ദൈവാത്മാവ് പറഞ്ഞു, ഹല്ലേലൂയ നിൻ്റെ പോക്കറ്റിലുള്ള പൈസയല്ല, ഹല്ലേലൂയ നിൻ്റെ ചിന്തനകളല്ല എൻ്റെ ചിന്തനകളെ. ആമേൻ. അന്ന് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ഒത്തിരി ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളെ, ആമേൻ ടിവിയും ക്യാൻസറും പിടിച്ച ആളുകളെ, ആമേൻ യമുനായുടെ തീരത്ത് രോഗികളായി കിടന്നവരെ ഒരു ഇംഗ്ലീഷ് പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടിരിക്കുക. എന്നോട് ഇത്രേ പറഞ്ഞുള്ളൂ, ഹിന്ദിയിൽ അവർക്ക് ക്ലാസ് എടുക്കാമോ? ഞാനവിടെ പോയപ്പോൾ ഹല്ലേലൂയ ഉണ്ടായ സംഭവമാണ്. 65 കിലോമീറ്റർ പോയി രാത്രി തിരിച്ചു വരണം. അനേക ചിന്തകൾ എങ്ങനെ മടങ്ങി വരുമെന്നുണ്ട്. എന്നാൽ അന്നേ ദൈവം ആളുകളുടെ കൂട്ടത്തിൽ ഒരു സ്വർഗ്ഗദൂതൻ എന്ന വണ്ണം ഒരാളെ കൊണ്ടുവന്നിരുത്തി. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പക്ഷേ ഹല്ലേലൂയ ആ വ്യക്തി എന്നെ അനിയത്തോടി എന്ന് ചോദിച്ചു, ആ ദൈവദാസൻ എവിടെ നിന്ന് വന്നാൽ? ഹി ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ദാറ്റ് ഡേ ഓൺവേഴ്സ് ഷീ ബിഗാൻ ടു ഹെൽപ്പ് മീ. അന്ന് തൊട്ട് അവർ എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാൻ കണ്ടിട്ടുള്ളതല്ല, ഞാൻ കേട്ടിട്ടുള്ളതല്ല, അവരാരാണെന്ന് എനിക്കറിയത്തില്ല, അവരെന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്ന് സ്ഥലം മേടിച്ചതും ഇന്ന് ചർച്ച പണിതതുമെല്ലാം അന്നൊരുക്കിയ ദൈവത്തിൻ്റെ വഴിയാണ്.
അന്ന് ഞാൻ എൻ്റെ ജ്ഞാനത്തിൽ യൂട്ടേൺ എടുത്തെങ്കിൽ ദൈവം ഒരുക്കിയ വഴി എനിക്ക് കാണുവാൻ കഴിയില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ അമ്മ പദ്ധതി പ്രകാരം മനസ്സിലല്പം ചലഞ്ച് എടുത്ത് ഗോ ഫോർവേഡ് അമ്മൻ ഹല്ലേലൂയ മുൻപോട്ട് പോയതുകൊണ്ട് ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാഹചര്യം ദൈവം വിളിച്ചിറങ്ങിയെടുത്ത് നേരെ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യും. ദൈവം ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കുക. അവിടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങളെ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്താണ് വായിച്ചത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങുവാൻ അവൻ എന്ത് ചെയ്യില്ല? അനുവദിക്കുകയില്ല. സങ്കീർത്തനം 55:22. ഹല്ലേലൂയ. കാസ്റ്റ് യുവർ ഓൾ ബർഡൻ upon him, he will sustain you, he will never let the righteous be shaken. ആമേൻ. നീ ഒരു നീതിമാനാണെങ്കിൽ നീ കുലുങ്ങി പോകുവാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല. ഒരു നീതിമാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു നീതിപതി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതാണ്, ഞാൻ കുലുങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം 6:25 തൻ്റെ ശിഷ്യന്മാരുടെ കർത്താവ് ഇപ്രകാരം പറയും, എന്ത് കഴിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കുമെന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. ഹല്ലേലൂയ. ആകാശത്തിലെ പക്ഷിയെ നോക്കുവീൻ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വയലിലെ താമരയെ നോക്കുവീൻ. അപ്പോൾ ഹല്ലേലൂയ വസ്ത്രം നെയ്യുന്നില്ല, അപ്പോൾ ഹല്ലേലൂയ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, എങ്കിലും സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി കരുതുന്നു. അല്പവിശ്വാസിയെ എത്രയധികം നമുക്ക് വേണ്ടി കരുതുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ പറയും പാസ്റ്റർമാർക്ക് പറയാനില്ലപ്പാ, വെറുതെ പറയല്ല കേട്ടോ. 30 വർഷം അനുഭവിച്ചിട്ട് വന്ന് പറയുക. ഹല്ലേലൂയ. ഓരോ കാര്യങ്ങളും മനസ്സിലാഗ്രഹിച്ചൊക്കെ ദൈവം നടത്തി തന്നു. ഇനിയുണ്ട് ആഗ്രഹം, ആയുസ്സും ആരോഗ്യമുണ്ടെങ്കിൽ ദൈവം നടത്തി തരുമെന്നുള്ള ഏക വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകുക. ആമേൻ. പലരും പറയും, കൂട്ടുകാരനല്ലേ ഒന്ന് എഴുതിയേരെ, കൂട്ടുകാരനല്ലേ ഒന്ന് പറഞ്ഞേരെ. കൂട്ടുകാരൻ തന്നെ ചോദിക്കും, നിനക്ക് ആവശ്യമൊന്നുമില്ലേ? ഞാൻ പറയേണ്ട ആവശ്യം ദൈവം അറിയും. നിന്റെ മനസ്സിൽ തോന്നിച്ചാൽ അത് ചെയ്തോ. ഹല്ലേലൂയ. ഇന്ന് വരെ ആരോടും ദൈവസന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്തിൽ നിൽക്കുന്നത്. ഞാൻ കള്ളം പറയുകയല്ല. എനിക്ക് ഭയങ്കര ലേച്ചയാണ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചോദിക്കാൻ. ആ പുള്ളി എന്നോട് പറഞ്ഞു, നിന്റെ പെൺമക്കളെ കെട്ടിക്കാനല്ലല്ലോ, ദൈവരാജ്യത്തിന് വേണ്ടിയല്ലേ. എന്നാലും മനസ്സിൽ പ്രേരണയില്ലാത്തൊരു കാര്യം ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കരുതിയൊരു നല്ല ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പ് ആൻഡ് ഡൗൺസ് ഇനിയും ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെയും വിശ്വസിച്ചൊരു ചലഞ്ചോടുകൂടെ പോവുകയാണ്. ദൈവം നമുക്കായി കരുതുന്നു. 2 വാക്കുകൂടെ ഞാൻ പറയുന്നത്, പക്ഷേ 2 കാര്യങ്ങളൂടെ ഞാൻ പറയുന്നത്. എന്താ അറിയുമോ? ഇതൊക്കെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അതാണ് മെയിൻ അല്ലേ. എന്താ പത്രോസിൻ്റെ റെസ്പോൺസ്? നിരാശപ്പെട്ടു വന്നു, ഇനിയിപ്പോൾ മാർക്കറ്റിലോട്ടങ്ങ് പോയേക്കാം, അടുത്ത സൺഡേ ആരാധിക്കാൻ ഞാൻ ഫ്രണ്ടിലെ സീറ്റിൽ കാണും എന്ന് പറഞ്ഞാണോ പത്രോസ് പോയത്? അല്ല. ഹല്ലേലൂയ. പത്രോസിൻ്റെ മാനസാന്തരം അവിടെ. ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്നെ വിട്ടു പോകാം, ഞാൻ പാപിയായൊരു മനുഷ്യൻ എന്നെ വിട്ടു പോകുക. അപ്പോൾ പത്രോസ് ഹല്ലേലൂയ താൻ സ്വയമായിട്ട് മനസ്സിലാക്കുകയാണ്, ഈ യേശുവിൻ്റെ മുൻഭാഗം നിൽക്കുവാൻ ഞാൻ യോഗ്യൻ. പഴയ നിയമത്തിൽ അനേക പ്രവാചകന്മാർ ദൈവത്തെ കണ്ടപ്പോൾ എന്തെന്നറിയാമോ? നെടുമ്പാട് വീണ് നമസ്കരിച്ചു. പുതിയ നിയമത്തിൽ അനേക അപ്പോസ്തലന്മാർ, യോഹന്നാൻ പത്മോസിൽ യേശുവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ വീണു, കർത്താവ് കരം കൊടുത്ത് ഉയർത്തി. അമ്മ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ യഥാർത്ഥമായി കാണുമ്പോൾ ഒരു താഴ്മ, ഒരു വീഴ്ച ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടേതായിരിക്കുന്ന ചില ഈഗോസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പ്രോപ്പർട്ടി, സെറ്റിൽ വരുന്നവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ് എന്നൊക്കെയുള്ള തോന്നൽ, ആ ഈഗോ ബ്രേക്ക് ചെയ്യണം. വീണാൽ യേശു പിടിച്ചെഴുന്നേൽപ്പിക്കും. അതിന് മറ്റുള്ളവരെന്ത് ചിന്തിക്കണം എന്നുള്ള ആവശ്യം ഒന്നും ചിന്തിക്കേണ്ട. യേശുവിൻ്റെ സന്നിധാനത്തിൽ വീഴുന്നവരെല്ലാം യേശു കരം പിടിച്ച് ഉയർത്തപ്പോൾ ഒരു ഡിസിഷൻ എന്താണെന്നറിയാമോ? ഇനിയും ബിസിനസ് നന്നായിട്ട് നടത്താമെന്നല്ല, എന്നെ പരാജയപ്പെടുത്തിയ സമുദ്രത്തെയും തടാകത്തെയും, എന്നെ പരാജയപ്പെടുത്തിയ ബോട്ടിനെയും, എന്നെ പരാജയപ്പെടുത്തിയ നെറ്റിനെയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിക്കുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ടായി. ഈ വലിയ നന്മ ലഭിച്ചപ്പോൾ പത്രോസ് എന്താണെന്ന് അറിയാമോ? അവിടെ നിന്നുകൊണ്ട് ഓലിയിട്ട് വിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. യാക്കോബ്, യാക്കോബ്, come on, join us. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാ, join us. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ഇവിടുന്ന് ആരാധിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് നിങ്ങളെ ആരാധിക്കത്തില്ല, വ്യക്തിപരമായി നിങ്ങളോട് ചോദിക്കുക. ദൈവത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ജ്ഞാനം കണ്ട നമ്മൾ എത്ര പേരെ വിളിക്കാറുണ്ട്? വാ, യേശുവിൻ്റെ അടുത്തേക്ക് വാ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വിളിച്ചാൽ ഞാൻ ഗ്യാരണ്ടി തരാം,
അടുത്ത വർഷം ഇതേ സഭ ഈ സഭ ഇതായിരിക്കില്ല. ഹല്ലേലൂയ. ഇവിടെ വലിയ റഷ് ഉണ്ടാവും. അത് നടക്കാത്തിടത്തോളം പാവം പാസ്റ്ററോട് പറയുക, പാസ്റ്ററല്ലേ ശുശ്രൂഷയിൽ അല്ല, നോ, ഈച്ച് ആൻഡ് എവരി പീറ്റർ, എല്ലാ പത്രോസും എല്ലാ യോഹന്നാനും എല്ലാവരെയും എന്തെന്നറിയാമോ? കർത്താവിനെ യഥാർത്ഥമായി അനുഭവിച്ചെങ്കിൽ മറ്റുള്ളവരെ വിളിക്കണം. യേശു നിന്നെയും അനുഗ്രഹിക്കും. യേശു നിന്നെയും അനുഗ്രഹിക്കും. ഷെയർ ചെയ്യുവാനുള്ള മനസ്ഥിതി. നമുക്ക് ലഭിക്കുന്ന നന്മകളെ ഷെയർ ചെയ്യുവാനുള്ള മനസ്ഥിതി. ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിൽ അനേകർ എവിടെയോ 10 പൈസ കണ്ടപ്പോൾ എല്ലാം അല്ല സഭാ ഹാളിൽ പോലും വരാതെ പറ്റുമെങ്കിൽ സൂം ഓൺ ചെയ്തെങ്കിൽ എനിക്ക് അതും ഓൺ ചെയ്യത്തില്ല, അടച്ചു വെച്ച് ഹല്ലേലൂയ നട്ട്സും ബോൾസും ഒക്കെ ഇങ്ങനെ വായിലിട്ടുകൊണ്ടിരുന്ന് ആരാധിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ആ ദൈവജ്ഞാനത്തിൻ്റെ ആഴം, ആ ദൈവിക കരുതലിൻ്റെ ആഴം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ തുള്ളിച്ചാടി യഹോവയെ മഹത്വപ്പെടുത്തും. നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അത് മറ്റുള്ളവരെ യേശുവിലേക്ക് വരുവാനിടയായിത്തരാം. നമ്മൾ മറ്റുള്ളവരെ വിളിച്ചനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കണം ഇടയായിത്തരാം. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ ഒരു വീട്ടിലും പോകാറില്ല. എൻ്റെ സഭയിൽ രക്ഷിക്കപ്പെട്ട് വന്ന സഹോദരന്മാരെ ടീമായിട്ട് അവർ പോയി ആളുകളെ കൊണ്ടുവരും. ആളുകളെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കാൻ മാത്രം പറയും, പാസ്റ്റർ സാബ് ആന ഉസ്കർത്തക മുൻകോത്തോടെ സംശാന ഹല്ലേലൂയ, നീ അവിടം വരെ വരണം, അവരെക്കുറിച്ച് കാര്യങ്ങൾ വേറെ എത്ര ഈസിയാണെന്നറിയാവോ? ഹല്ലേലൂയ. പിടിക്കേണ്ടവർ പിടിക്കും, പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കും. ദൈവകൃപയാൽ ആയിരക്കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ സഭകളിലെല്ലാം കൂടെ കൂടിയാൽ ഒരു 12,000 പേര് ആരാധിക്കാനുണ്ട്. പക്ഷേ ഞങ്ങൾ ചെറിയ ചെറിയ സഭകളായി അതാത് ആൾക്ക് വരത്തക്ക സൗകര്യത്തിൽ അവിടെ ഇടങ്ങളിലാണ് മെയിനായിട്ട് പണിത ചർച്ച്. എല്ലാ സഭകളും കൂടെ ഒരുമിച്ച് കൂടി വരാൻ വേണ്ടിയുള്ളതാണ്. ഏതായാലും ദൈവകൃപയാൽ ഇതുവരെ ദൈവം അനുഗ്രഹിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുതുന്നൊരു നല്ല കർത്താവ് നമ്മുടെ മധ്യം ഉണ്ടോ? എന്താ ഉറപ്പ്? കർത്താവ് പറഞ്ഞ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു നിമിഷം ദൈവസന്നിധാനത്തിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നെങ്കിൽ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ രൂപാന്തരപ്പെട്ടവരാണ് നമ്മൾ. എന്നാലും നമ്മുടെ റെവലേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്. ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും നമുക്ക് ഹല്ലേലൂയ എന്താണെന്നറിയാം, വെളിപ്പാടിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകണം. ഇന്നലേക്കാൾ ഇച്ചിലൂടെ അല്ലേ, ഇന്നലേക്കാൾ ഇച്ചിലൂടെ സയൻസിൽ പ്രോഗ്രസ് ഉണ്ട്, ശാസ്ത്രത്തിൽ പ്രോഗ്രസ് ഉണ്ട്. ആത്മീയത്തിലും എന്തുണ്ടാകണം? ഓരോ വ്യക്തിക്കും പ്രോഗ്രസ് ഉണ്ടാകണം. ഇന്നലത്തെക്കാളൊരു വലിയ കാഴ്ചപ്പാട് ഇന്ന് സഹായം കഴിഞ്ഞ് പോകുമ്പോൾ കർത്താവിന് വേണ്ടി ചില ചെയ്യുവാനുള്ളൊരു കാഴ്ചപ്പാട്. കർത്താവിൻ്റെ വചനം 37 സങ്കീർത്തനം 5 പറയുന്നു, കമ്മിറ്റ് യുവർ വേസ് ടു ദ ലോർഡ്. നിൻ്റെ വഴികളെ യഹോവയിൽ പരമേൽക്കുക. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ദേവദാസൻ ഡൽഹിയിൽ നിന്ന് വന്നു, വചനത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു പോകും, പക്ഷേ നീ എന്നോട് അരുളി ചെയ്ത വചനം എൻ്റെ ജീവിതത്തിലൊരു സമർപ്പണത്തിലേക്ക് എന്നെ നയിക്കണമേ. ഒരു നല്ല റിസൾട്ട് എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ താല്പര്യമുണ്ട്? ഈ സഭയിൽ നിന്നുകൊണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഡൽഹിയിലോട്ട് വരാനല്ല പറയുന്നത്, ഈ സ്ഥലത്ത് ഇവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ അനേക യൗവനക്കാരെ, സ്കൂളിൽ കൂടെ പഠിക്കുന്നവരെ, കോളേജിൽ കൂടെ പഠിക്കുന്നവരെ, ജോലി കൂടെ ചെയ്യുന്നവരെ, അയൽവക്കത്ത് താമസിക്കുന്നവരെ, നമ്മൾ ചിന്തിക്കുക ഗുണപ്പെടത്തില്ലെന്ന്. ഞാൻ പറയുന്നു, പ്രാർത്ഥിച്ചാൽ ഗുണപ്പെടാത്ത ഒരുത്തനുമില്ല. നമ്മൾ സുവിശേഷം അറിയിച്ചാൽ ഗുണപ്പെടാത്ത ഒരുത്തനുമില്ല. എല്ലാവരും നമ്മൾ ഗുണപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ ഗുണപ്പെടുത്തില്ലേ? നമ്മുടെ ധാരണ നമ്മൾ മാത്രമേ ഗുണപ്പെടുത്തുള്ളൂ. ലോകത്തിലെല്ലാവരും ഗുണപ്പെടും. ഹല്ലേലൂയ. ആ ഒരു കാഴ്ചയോടുകൂടെ നമ്മൾ ലോകത്തെ നോക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധാനത്തിൽ കണ്ണുകളെ അടയ്ക്കാം. ഒരു പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴം, ദൈവജ്ഞാനത്തിൻ്റെ ആഴം, ദൈവിക കരുതലുകളുടെ ആഴം. ഇന്ന് പകൽക്കാലം നമുക്ക് വല അവിടെ വീശാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം സഹായിക്കട്ടെ. ഐ ഹാൻഡ് ഓവർ ദ മൈക്ക് ടു ദ പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ്. ഇരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ലൊരു പാട്ട് പാടും. ആ സമയത്ത് സ്തോത്ര വഴിപാടെടുക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു പാട്ട് പാടും. ആ സമയത്ത് ഓഫറിങ് എടുക്കുന്നതാണ്. അതിന് ശേഷം ചില കാര്യങ്ങൾ ക്രമീകരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇറ്റ്സ് എ ടൈം ഫോർ ഓഫറിങ്. പ്രൈസ് ദി ലോർഡ്.